വന്നേ. ബിക്കേറ്റി പോയാൽ ഞാൻ കൊടുക്കും. ഇനി മുന്നോട്ടും പൊയ്ക്കോളൂ, ഞാൻ പുറകെ വന്നോളാം. അതെന്ത്? കവലയിലൊക്കെ ആൾക്കാരുണ്ടാവും. ഉണ്ടായിക്കോട്ടെ. എനിക്കെന്തോ. ഇന്നെന്ത് പറ്റി നിനക്ക് പുതിയൊരു നാണം? ഉണ്ണിയേട്ടൻ നടന്നോളൂന്നേ, ഞാൻ വന്നോളാം. അത് വേണ്ട, കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇതുവഴി ഒരുപാട് നടക്കാനുള്ളതാ. ഇത് റിഹേഴ്സൽ ആയിക്കോട്ടെ. വാ, വരാനല്ലേ പറഞ്ഞത്? ഞാൻ പോട്ടെ. ശരി, ബൈ. ഉണ്ണി 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 എന്തേ ഉണ്ണിയേട്ടൻ പോയല്ലോ? അവനിത് എടുക്കാൻ മറന്നേ. ഞാൻ ഇത് വെച്ച് 1-2 രോഗികളെ പരിശോധിക്കായിരുന്നേ. ഇത് വെച്ച് വല്യേട്ടൻ എന്ത് പരിശോധിക്കാൻ? അല്ല, ഇപ്പൊ ആയുർവേദക്കാരും ഇത് ഉപയോഗിക്കും. അത് പോട്ടെ, ഉണ്ണി എന്ന് പറഞ്ഞു? അവൻ ഹാപ്പി ആണല്ലോ അല്ലേ? അവന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മൾ തമ്മിലുള്ള കല്യാണം. അവനൊരു പെണ്ണിനെ കണ്ടുപിടിക്കല് ഇനി എന്റെ ഉത്തരവാദിത്ത. വല്യേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? എന്നെ കല്യാണം കഴിക്കാനോ? വല്യേട്ടൻ കെട്ടാൻ പോകുന്നത് മൂത്തടുത്ത ചന്ദ്രികയല്ലേ, കുമാരന്റെ പെങ്ങളെ. ഞാനോ? പിന്നല്ലാതെ ഉണ്ണിയേട്ടന്റെ എന്റെയും കല്യാണം ഉറപ്പിച്ചത് വല്യേട്ടൻ അറിഞ്ഞില്ലെന്നോ? കുഞ്ഞീഷ, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഇവിടെ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചല്ലേ? ഇല്ല, മനഃപൂർവ്വം എല്ലാരും ചേർന്ന് എന്നെ ചതിക്കായിരുന്നു. ഓർമ്മ വെച്ച കാലം തൊട്ട് ഇന്ദുലേഖയെ ഇവിടെ കൊണ്ട് നടക്കുന്നവനാ ഞാൻ. അവളെ ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല അച്ഛാ. അങ്ങനെ അവിടെ കൊണ്ടു നടക്കാൻ നിനക്ക് ആരാണ് അനുവാദം തന്നത്? കുഞ്ഞേഷ, വാക്കുകൊടുത്ത തിരിശ്ശേരി മാധവൻ വൈദ്യരാ. എതിർക്കാൻ നിന്നുണ്ടല്ലോ, ശരിപ്പെടുത്തി കളയും ഞാൻ. ആരെ? നിന്നെ തന്നെ. അത് വേണ്ടി വരില്ല അച്ഛാ. ഉണ്ണി ഇന്ദുലേഖയെ കെട്ടുന്ന ദിവസം ഈ വീടിന്റെ ഉത്തരത്തിൽ കിടന്നാടുന്നത് ഞാനായിരിക്കില്ല, എന്റെ മൃതദേഹമായിരിക്കും. കുഞ്ഞീഷ, വാക്ക് പാലിക്കുന്ന തിരിശ്ശേരി മാധവൻ വൈദ്യർ എന്ന് പറയുന്ന ഇതേ അച്ഛന്റെ മോനാ ഞാൻ. അമ്മാവനെ കണ്ട് ഇന്ന് തന്നെ ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ തെക്കേ കണ്ടത്തിൽ എനിക്കുള്ള കുഴി കുത്താൻ ഇപ്പൊ തന്നെ ആളെ വിളിച്ചോളൂ. എങ്ങനെ കല്യാണം കഴിക്കുമ്പോ അളിയൊരു നട്ടലുണ്ടായിരുന്നു, അതിപ്പോ എവിടെ പോയി? ഊരി പത്താളത്തിൽ വെച്ച് പൂട്ടിയോ? നാഴികയ്ക്ക് 40 വട്ടം തിരിശ്ശേരി മാധവൻ വൈദ്യര് എന്ന് പറയുന്ന ആളാണല്ലോ. നാളെ ഇല്ലേ അളിയന് ആ നിർഗുണന്റെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ? അവനും എന്റെ മോനല്ലേ ശിവശങ്കര. അളിയ, എനിക്ക് അവളൊരു മോളേ ഉള്ളൂ. അവൾക്ക് തൽക്കാലം ഒരു ഭർത്താവ് മതി. കുഞ്ഞേഷം വല്ല കടുങ്കയും കാണിച്ച ജീവിതകാലം മുഴുവൻ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു തെണ്ടി പട്ടിക്ക് കൊടുത്താലും എന്റെ മോളെ ഞാൻ കുഞ്ഞീഷന് കൊടുക്കില്ല. വൈദ്യരെ, വൈദ്യരെ എവിടെയൊക്കെ തിരക്കി? ആ കാവങ്കിലെ വേലാതിന് അണലി കടിച്ചു. വൈദ്യരെ എത്രയും പെട്ടെന്ന് ഒന്ന് വരണം. കുഞ്ഞീഷ്ടൻ എന്തായി? അവിടെ നിൽക്കാ. അമ്മാവൻ എന്ത് പറഞ്ഞു? എന്താ ഇത്ര ധൃതി? കാവങ്കല വേലാതിനെ അണലി കടിച്ചു, ഉടനെ പോയേ പറ്റൂ. അണലിയല്ല, രാജവമ്പാല കടിച്ചാലും എനിക്ക് പ്രശ്നമല്ല. അച്ഛൻ പോയ കാര്യം പറ, ഞാനിവിടെ കിടന്ന് തീ തിന്ന. കുറച്ചുകൂടെ തീ തിന്നുക, എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ. ഒന്ന് ആളി പടരട്ടെ, എന്നാൽ അതിന്റെ ബുദ്ധി ഒന്ന് ഉണരൂ. ഇല്ല, എനിക്ക് വിവരം അറിയണം. അറിയാനൊന്നും ഇല്ല. നാട്ടിൽ തെണ്ടെടുക്കുന്ന പട്ടിക്ക് കൊടുത്താലും അവളെ നിനക്ക് കെട്ടിച്ചു തരില്ലാന്ന് പോരെ? ഇല്ല, ഇത് അച്ഛനും അമ്മാവനും ചേർന്ന് നടത്തിയ ഏതോ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ്. ഇന്ദുലേഖ ഞാനിത് സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല. ചിലക്കരുത്, കൊന്നുകളെ ഞാൻ. നിനക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ പോയിട്ട് നാണം കെട്ടിട്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. എന്ത് കണ്ടിട്ടാടാ ഒരു അച്ഛൻ തന്റെ മകളെ നിന്നെ പോലെ ഒരുത്തനോട് പറഞ്ഞു വിടുന്നത്? പഠിപ്പും മതയും കണ്ടിട്ടോ? പണവും പ്രതാപം കണ്ടിട്ടോ? അതോ ചവന്തരിയും കണ്ടിട്ടോ? 8ാം ക്ലാസ് തോറ്റ ദിവസം പോലെ ഞാൻ നിനക്ക് പറഞ്ഞിരുന്നതാ അഷ്ടാംഗ ഹൃദയവും സഹസ്രയോഗവും. പഠിച്ചോ ഒരക്ഷരമെങ്കിലും? കാരപ്പൻ ഒരു കഷായം എഴുതാൻ അറിയോ നിനക്ക്? ഒരെണ്ണ കാച്ചി തിളയ്ക്കുമ്പോ ശരിയായിട്ട് അടുപ്പിലൊന്ന് ഊതാൻ അറിയോ നിനക്ക്? എന്താണ് അതിന്റെ യോഗ്യത? പാടുവിട്ടിക്കരുതേ. പിടിച്ചോളോ, വരിക. അമ്മാവാ, കുഞ്ഞീഷ, കൊല്ലും ഞാൻ, കൊന്നു കൊല വിളിക്കും. പിടിക്കടാ ഇവനെ. അനങ്ങിപ്പോകരുത്. അനങ്ങിയാൽ അമ്മാവനെയും കൊല്ലും, ഞാനും ചാവും. നീ ചത്തോ? അതിനെന്നെ കൊല്ലുന്നെന്തിനാ? ഒരു തെണ്ടി പട്ടിക്ക് കൊടുത്താലും എനിക്ക് എന്റെ ഇന്ദുവിനെ തരില്ല എന്നല്ലേ? വേണ്ട, എനിക്കവളെ വേണ്ട.
എനിക്ക് അമ്മാവന്റെ ചോര മതി, ചൂട് ചോര. കുഞ്ഞീഷ, നീ ആ കത്തി താഴെയിട്. അത് ശരീരത്തെ കൊണ്ട് മുറിയും. മുറിഞ്ഞ ചോര വരും. വരണം, ചോര മാത്രല്ല കുടലുമാലയും വരണം. അരുത് കുഞ്ഞീഷ, അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. നീ ഞാനും ഒരു ചോരയാ. ഞാൻ നിന്റെ അമ്മാവനാ, വെറും അമ്മാവനല്ല. രാപകലില്ലാതെ തോളത്ത് കയറ്റി അമ്പിളിമാമനെ കാണിച്ച് വാവോ വാവോ എന്ന് പറഞ്ഞ് താരാട്ട് പാടി അടുത്ത കാലത്ത് ഉറക്കിയത് ആരാടാ? മറ്റാരുമല്ല, ഈ അമ്മാവനാ. നിനക്കറിയാൻ മേലെങ്കിൽ നീ നിന്റെ അമ്മയോട് പോയി ചോദിക്കടാ. അങ്ങനെയുള്ള ഈ അമ്മാവനെ നിനക്ക് കൊല്ലാൻ പറ്റുമെങ്കിൽ നീ കൊല്ല്. ഇന്നാ ഈ കത്തി ഒന്നും വേണ്ട. കരയല്ലേ കുഞ്ഞീഷ, വാ വാ, അമ്മാവൻ പറയട്ടെ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ കുഞ്ഞീഷ? ഭ്രാന്തൻ കുമാരന്റെ അളിയനാവാൻ പോകുന്ന ആൾക്കും ഇത്തിരി ഭ്രാന്ത് ഉണ്ടാവുന്നതല്ലേ നല്ലത്. കുഞ്ഞീഷ, നമ്മളൊരു വിത്തുമാകുന്നു, വളമിടുന്നു, വെള്ളമൊഴിക്കുന്നു, അത് ചെടിയാകുന്നു. ദാ ഇതുപോലൊരു മരമാകുന്നു. ഒടുവിൽ പൂക്കുന്നു, കായ്ക്കുന്നു, കായ പഴുക്കുന്നു. പഴുത്ത ആ കായെ മറ്റൊരുത്തൻ തട്ടിക്കൊണ്ടുപോയാൽ നമുക്ക് സഹിക്കുമോ കുഞ്ഞീഷ? അതുപോലെ നിന്റെയും എന്റെയും നിന്റെ അച്ഛന്റെയും അമ്മയുടെയും വേർപാടാ ഉണ്ണികൃഷ്ണൻ MBBS. നമ്മുടെ എല്ലാം കഠിനാധ്വാനത്തിന്റെ പഴം. ആ പഴം വേറെ ഏതോ ഒരു തറവാട്ടുകാർക്ക് കൊത്തിപ്പറിക്കാൻ കൊടുക്കണോ കുഞ്ഞീഷ? അതൊഴിവാക്കാൻ വേണ്ടിയാണ് ഇന്ദുവിനെ ഉണ്ണീഷൻ തന്നെ കെട്ടണമെന്ന് ഞാൻ പറയുന്നത്. ഇത്രയും നല്ലൊരു ഉദ്ദേശം അമ്മാവന്റെ മനസ്സിലുണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പക്ഷെ അമ്മാവനൊരു കാര്യം മറന്നു. അതേത് കാര്യം? അത് എനിക്ക് പഠിപ്പും വിവരമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നല്ലൊരു തറവാട്ടുന്ന ഒരു പെണ്ണിനെ കിട്ടാൻ വലിയ പ്രയാസ. അഥവാ കിട്ടിയാൽ തന്നെ വേലയും കൂലിയില്ലാത്ത എന്നെ അവർ ബഹുമാനിക്കൂ. അവരുടെ പറമ്പ് കിളച്ചും അവരുടെ അടുക്കളയിൽ പണി ചെയ്തും ഇനിയുള്ള കാലം ഞാൻ ജീവിക്കേണ്ടി വരും. തെക്കേയിടത്ത് ശിവശങ്കരൻ നായരുടെ അനന്തരവൻ ഏതോ ഒരു തറവാടിന്റെ പിന്നാമ്പുറത്ത് വിടുവേല ചെയ്യുന്നു എന്ന് വന്നാൽ ആർക്കാ അതിന്റെ കേട്? അമ്മാവന് പിന്നെ നാട്ടിൽ തലയുയർത്തി നടക്കാൻ പറ്റുമോ? ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ദുവിനെ ഞാൻ തന്നെ കെട്ടാമെന്ന് ഞാൻ തീരുമാനിച്ചത്. നീ പറയുന്ന ന്യായമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കാര്യത്തിലെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. ഇത്രയും കാലം അച്ഛന്റെ കൂടെ വൈദ്യം പഠിച്ചിട്ട് ഒരു രോഗിയെങ്കിലും നീ ചികിത്സിച്ചോ? ആ വകുപ്പില് ഒരു 5 റുപ്യെങ്കിലും നീ സമ്പാദിച്ചോ? ഇനി ഞാൻ തുറന്നു പറയാം, വെമ്പടി കയ്യിലുള്ളവന് മാത്രമേ എന്റെ മോളെ ഞാൻ കെട്ടിച്ചു കൊടുക്കൂ. മനസ്സിലായോ? ഇവിടെ ആരും ഇല്ലേ? ആരാ? പരിശോധനാ സമയം കഴിഞ്ഞല്ലോ. ഞങ്ങൾ അടിവാരത്തുനിന്ന് വരിക, പോയിട്ട് ഇനിയും വരികയെന്ന് വെച്ചാ ഇത് ഞാൻ ഒന്നും വയറ്റി ചെല്ലാൻ മേല. അപ്പൊ തുടങ്ങും പരവേശം. ഒരുപാട് പേരെ കാണിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാ വൈദ്യരെ പറ്റി കേട്ടത്. വൈദ്യരനല്ലേ? വൈദ്യരനാണ്. ഇരിക്കൂ. അല്ല, പേരും പ്രശസ്തിയൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വല്ല കിളവച്ചാരുമായിരിക്കും. ഇതൊരു പയ്യൻ ചെക്കനല്ലേ അച്ചാമ്മേ? അറിവുള്ളവർക്ക് എന്തിനാ പ്രായം? അതെ, എത്രയും പെട്ടെന്ന് ഈ അസുഖം ഭേദമാക്കി തന്ന വൈദ്യർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ തരാം. നാക്ക് നോട്ടു. സാരമില്ല, എത്തിപ്പെടേണ്ടിടത്ത് തന്നെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഒരു കൈ നോക്കിക്കളയാം. പോരാ, നല്ല കൈപ്പുണ്യമുള്ള ആളാണെന്നല്ലേ കേൾവി. അത് കണ്ടാ തന്നെ അറിയാം. ഇത് കാലത്തും വൈകിട്ട് ഓരോ ഔൺസ് വീതം കഴിച്ചാൽ മതി, ഭേദമായിക്കോളും. ഒരു 150 ഇങ്ങ് തന്നേക്ക്. ഇത് കഴിക്കുമ്പോ ഭാരിച്ച് ജോലികളൊന്നും അങ്ങനെ ചെയ്യരുത്. പിന്നെ പുളി, മീന്, പഞ്ചസാര, മുളക് ഇതൊക്കെ വർജിക്കണം. പഥ്യം വളരെ ശ്രദ്ധിക്കണം. വൈദ്യർ ഈ രോഗം ഭേദമാക്കി തരികയാണെങ്കിൽ ശ്വാസം കഴിക്കണ്ടെന്ന് പറഞ്ഞാലും കഴിക്കില്ല. എന്താ പോലെ? അതെ. ഓ, അച്ഛനെ കാണാൻ വന്നവരാ പോയത്? അല്ലല്ല, മകനെ കാണാൻ വന്നവരാ.
രോഗിയെ പരിശോധിച്ചു, രോഗവും പിടികിട്ടി. ചില പ്രത്യേക ചേരുവകളൊക്കെ ചേർത്ത് മരുന്നും കൊടുത്തു. 150 രൂപയും വാങ്ങിച്ചു. ഇതൊക്കെ എനിക്കും സാധിക്കും കേട്ടോ അമ്മേ. എന്റെ ദൈവമേ, ഒന്നീ വന്നേ. മാധവമന്ത്രി വൈകിങ്ങനെ വന്നോ? ഈ ഭൂമിയുടെ ഏതറ്റത്തുണ്ടെങ്കിലും ആ കൈവറവനെ ഞങ്ങൾ പോക്കൂ. വണ്ടി കയറോ. വൈദ്യർക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റുമോ? ഇക്കണ്ട കാലത്തിനിടയ്ക്ക് എത്രയെത്ര സൂക്കേടാ വൈദ്യര് മാറ്റിയത്. ഇതിപ്പോ മരുന്ന് മാറിക്കൊടുത്തു എന്നൊക്കെ പറയുമ്പോ ഏത് ദേവേന്ദ്രനും പറ്റൂലോ അബദ്ധം. പിന്നല്ലേ വൈദ്യര്. ഏതായാലും ആള് തട്ടിപ്പോയ സ്ഥിതിക്ക് വൈദ്യരുടെ കാര്യം പോക്കാം. എന്താ സംഭവം? അച്ഛനെന്തോ മരുന്ന് മാറിക്കൊടുത്തു എന്നോ ഒരാള് മരിച്ചു എന്നോ അവരച്ഛനെ തേടി ഇറങ്ങിയിരിക്കുക. ഒന്ന് കിടക്കണുണ്ടോ? കിടക്കേ, അവനെ വെട്ടിക്കൊല്ലാണ്ട് എനിക്ക് ഉറക്കം വരില്ല. അങ്ങാടി മരുന്നിന്റെ പേര് പോലും അറിയാൻ വയ്യാത്തവനാ ചികിത്സിക്ക. ഇനി വരട്ടെ, എന്റെ മകനാണെന്ന് നോക്കില്ല ഞാൻ. വെട്ടി അരിഞ്ഞ് കഷ്ണമാക്കും ഞാൻ. നിങ്ങളൊന്ന് സമാധാനായിട്ടിരിക്കൂ. എങ്ങനാ സമാധാനിക്ക? കൊലക്കേസല്ലേ നിന്റെ മോൻ ചെയ്തു വെച്ചേക്കണേ? ഒരു കയ്യബദ്ധം പറ്റിപ്പോയതല്ലേ. അങ്ങനെ പറഞ്ഞാ പോലീസും കോടതിയും വെറുതെ വിടുമെന്നാ നിന്റെ വിചാരം? അത് പോട്ടെ, അവൻ ചികിത്സിച്ച് കൊന്ന് ആരെയാ? 10-17 കൊലക്കേസിലെ പ്രതി മണിമല മാത്തച്ഛന്റെ തന്തയാ. മാത്തച്ഛന്റെ കയ്യിലെങ്ങാനും കിട്ടിയാലുണ്ടല്ലോ, കഴിവട മോനെ വെട്ടി നുറുക്കി പട്ടിക്കിട്ട് കൊടുക്കും. കണ്ടവന്റെ കൈ കൊണ്ട് ചാകുന്നതിലും ഭേദം ഞാൻ തന്നെ അങ്ങ് അവസാനിപ്പിക്ക. ഇനി വരട്ടെ. കുഞ്ഞികൃഷ്ണനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ണിയും പട്ടണത്തിലൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പത്രത്തില് കാണാനില്ല എന്നൊരു വാർത്ത കൊടുത്താൽ നന്നായിരിക്കും. ആ മാത്തച്ഛന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയതായിരിക്കും, അല്ലാതെ എവിടെ പോവാനാ? ആ കിളവൻ ചത്തിട്ടില്ലാത്ത സ്ഥിതിക്ക് മാത്തച്ഛനെ വിട്ടുകൂടെ? ഇടത്തെ കൈന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു എന്നല്ലാതെ പേടിച്ച പോലൊന്നും സംഭവിച്ചില്ലല്ലോ. ഇനിയിപ്പൊ കൈ കുഴഞ്ഞു പോയതിന്റെ പേരിൽ കുഞ്ഞേഷനെ അവരെന്തെങ്കിലും ചെയ്തോ എന്നാണ് എന്റെ സംശയം. ഇവിടെ ആരും ആ കുട്ടിക്ക് മനസ്സമാധാനം കൊടുത്തിട്ടില്ല. ചെയ്യുന്നതൊക്കെ കുറ്റം. എത്ര കാലം വെച്ചാ സഹിക്ക? ഇത്തിരി വെള്ളം ചോദിച്ചു വാങ്ങി കുടിക്കാനുള്ള ബുദ്ധിയും കൂടി ഇല്ല. കരയാതെ രക്ഷപ്പെടുത്തി. കുഞ്ഞേഷ്ണൻ ദൂരെ എങ്ങും പോയിട്ടുണ്ടാവില്ല. ഇങ്ങനെ കരഞ്ഞാ വല്ല സൂക്കേടും പിടിക്കൂലേ? എണീറ്റ് വന്ന് വല്ലതും കഴിക്കമ്മായി. വേണ്ട മോളെ, ഒന്നും ഇട്ടുണ്ടെന്ന് ഇറങ്ങില്ല. എന്റെ പെങ്ങള് വിഷമിക്കാണ്ടിരിക്കേ. അവൻ മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ തന്നെ അത് വിധിയാണെന്ന് കരുതിയാ മതി. എന്താ അച്ഛാ ഇത്? ഇങ്ങനെയൊക്കെ സംസാരിക്ക? മോളെ, നമ്മൾ എന്ത് മുന്നിൽ കാണണം? വരാനുള്ളതൊക്കെ വഴി തങ്ങുമോ? നിങ്ങൾ ഇന്ന് പോകുന്നുണ്ടോ? ആ, എന്റെ വിഷമം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അളിയോ, അളിയൻ വിഷമിക്കണ്ട. വയറ് വിശക്കുമ്പോ അവനിങ്ങോട്ട് വരും. എനിക്ക് തോന്നണില്ല. മാത്തച്ഛന്റെ അച്ചായൻ മരിച്ചു തന്നെ ആയിരിക്കുമല്ലോ ഇപ്പോഴും അവന്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ മണിമല മാത്തച്ഛന്റെ അച്ചായൻ മരിച്ചിട്ടില്ല എന്നൊരു നോട്ടീസ് അടിച്ച് നാടൊട്ടുക്ക് അങ്ങനെ വിതരണം ചെയ്താലോ? വേണ്ടല്ലേ? ഒരു കണക്കിന് ഇതൊരു ഭാഗ്യമാണെന്ന് കൂടി കരുതിയാ മതി. ഇന്ദുലേഖയുടെയും ഉണ്ണിയുടെയും കല്യാണത്തിന് ഇവനൊരു വലിയ തലവേദനയായേനെ. ശിവശങ്കര, ഞാൻ പോയിട്ട് നാളെ വരാം. നമ്മുടെ
അല്ല, ഡോക്ടർ ഉണ്ണീഷൻ വെറും പനി തലവേദനയും മാത്രം ചികിത്സിക്കുന്ന ഡോക്ടറല്ല, ഓപ്പറേഷൻ പണി പഠിച്ചിട്ടുണ്ട്. ഹൃദയം, ലിവറ്, ഇനിയിപ്പോ ക്യാൻസർ ആണെങ്കിൽ പോലും നമ്മുടെ നാട്ടുകാർ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇന്നൊരു കാര്യം, ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവാക്കി പഠിച്ചൊരു തൊഴിലാണ്. അതുകൊണ്ട് നല്ല പോലെ ഫീസും വാങ്ങിക്കും. എന്തിനാ ഇതൊക്കെ പറയണേ? അല്ലല്ല, കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ. നാട്ടുകാരനാണ്, നമ്മുടെ വൈദ്യന്റെ മകനാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് ഒരു 5 ഉറുപ്പിക ചൂട്ടി പിടിച്ചോണ്ട് കൂടി വരും. അത് ഇവിടെ നടക്കില്ല. അച്ഛാ, വിളക്ക് കൊടുത്താ. രാഹുകാലം കഴിഞ്ഞല്ലോ. എന്താ ഉണ്ണികൃഷ്ണൻ നോക്കി നിൽക്കണേ? ഞാൻ റെഡിയാ. ആ, ലക്ഷ്മിയുടെ വിളക്ക് കൊളുത്താൻ നേരിട്ട് അവള് സമയമായപ്പോ വലിഞ്ഞോ? ആ, പറഞ്ഞ പോലെ അവളെന്ത് ചെയ്യും? ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം, നീ വാ. അമ്മേ, അമ്മേ. ആ, നല്ല ആളാ. ഇവിടെ വന്നിരിക്കേ. മുഹൂർത്തായി. അവിടെ എല്ലാവരും അമ്മയെ കിടന്ന് തിരക്കണു. എന്താ ഇത്? നല്ലൊരു കാര്യം നടക്കാൻ പോകുമ്പോ അമ്മ ഇങ്ങനെ കരഞ്ഞാലോ? എന്റെ കുഞ്ഞേഷൻ നാടൊട്ടുക്കും തെരഞ്ഞില്ലേ നമ്മള്? പത്രത്തിൽ പരസ്യവും കൊടുത്തു. എന്നിട്ട് അവന്റെ ഒരു വിവരമില്ലല്ലോ. പത്രം വായിക്കുന്ന സ്വഭാവം ഏട്ടന് പണ്ടേ ഇല്ലല്ലോ. അത് നമ്മൾ എന്താ ചെയ്യാ? എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാ മതിയായിരുന്നു. ഉണ്ടാവും, അല്ലാതെ എന്ത് സംഭവിക്കാനാ ഏട്ടന്? അമ്മ സമാധാനമായിട്ടിരിക്കെ. ഏട്ടൻ തിരിച്ചു വരാതിരിക്കില്ല. എന്റെ മനസ്സ് അങ്ങനെ പറയണു. അമ്മ വാ. വാ അമ്മായി, വാ. വാ. നന്നായി വരട്ടെ. അത്തേക്കില്ല. ആദ്യമായിട്ടാ കുഴല് നിന്റെ നെഞ്ചത്ത് തന്നെ വെച്ചോളൂ. രാത്രിയുള്ള വലവിന്റെ അസ്കതിക്ക് നിന്റെ ചികിത്സ തന്നെ ആവട്ടെ. ഒന്ന് ശ്വാസം വലിച്ചു വിട്ടോളൂ. രാത്രി ശരിക്ക് വലിക്കുന്നുണ്ടാവും. ഈ മരുന്ന് ഇന്ന് തന്നെ വാങ്ങണം. ആ, എന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഓരോന്ന് കഴിച്ചാൽ മതി. ആ. മാറിക്കോളൂ. ദാ. വാങ്ങിച്ചോളൂ, ഐശ്വര്യമായിട്ട് വാങ്ങിച്ചോളൂ. ഒരുപാട് കൊടുത്ത കയ്യാ, കൈ നിറയെ പൊലിയും. ആ, ആ. ആ, ഇനി അടുത്ത രോഗി വന്നോളൂ, നമുക്ക് അങ്ങനെ വെളിയിലിരിക്കാം. ആ, പഠിച്ച് പട്ടം വാങ്ങുന്നതിലല്ല കാര്യം, അത് പ്രയോഗത്തിൽ വരുത്തുന്നില്ല. വരുന്ന രോഗികളോട് നന്നായിട്ട് പെരുമാറുകയും വേണം. അതൊന്നും ഉണ്ണീഷോട് പറഞ്ഞു കൊടുക്കണ്ട. മിടുക്കനല്ലേ അവൻ, മിടുക്കൻ. ഞാനും ലക്ഷ്മിക്കുട്ടി നേർച്ച എത്ര നേർന്നാന്നറിയുവോ അവൻ ഈ നിലയിൽ എത്തിക്കാണാൻ? ഞാനും എത്ര നേരത്തെ ചേർന്ന ആളിയാ. ആ വകയിൽ എനിക്ക് കാശ് എത്ര പോയി. ഉവ്വ്. ഇനി എനിക്കൊന്ന് വിശ്രമിക്കണം. അത് വേണം അളിയാ. കണ്ട കാടും പടലയും പറിച്ചെടുത്ത് കാച്ച് കഷായാണെന്ന് പറഞ്ഞ് ചുമ്മാ വിറ്റ് കാശുണ്ടാക്കണ പണിയല്ലേ. അത് നിർത്തണ്ട. എന്താ പറഞ്ഞേ? ഈ മരുന്ന് ഷാപ്പിന്റെ ഉദ്ഘാടനം കഴിയട്ടെ എന്ന് വെച്ചാ അപ്പോ ഇനി നമ്മൾ തീരുമാനിച്ച കാര്യമായി നടത്താലോ. ഏത് കാര്യം? ഇന്ദുവിന്റെയും ഉണ്ണിയുടെയും കല്യാണത്തിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവൻ ഒറ്റയ്ക്കൊന്ന് പച്ച പിടിച്ചിട്ട് പോരെ? അത് കാര്യമില്ല. തിരയിളങ്ങിയിട്ട് കപ്പലോടിക്കാത്ത പരിപാടി വേണ്ടളിയാ. പഠിപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഇത്രയും നാളും കാത്തു നിന്നു. ഇനി പച്ച പിടിക്കട്ടെ എന്ന് പറഞ്ഞ് എത്ര നാളെ കാത്തു നിൽക്കും. ഉടനെ നടത്താളിയാ. എനിക്ക് ആകെയുള്ള ഒരു മോളാ. അവളെ പിടിച്ച് അവന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ പിന്നെ സമാധാനമായിട്ട് എനിക്ക് കണ്ണടയ്ക്കാമല്ലോ. കണ്ണടയ്ക്കാൻ ധൃതിയായോ തനിക്ക്? അതല്ല, ശുഭസ്യ ശീഘ്രം എന്നാണല്ലോ. ആ, ഒരു ജോത്സ്യരെ വരുത്തി നല്ലൊരു ദിവസം കാണാം നമുക്ക്. ആ